ഹലോ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് വൈപ്പിനിലാണ്. നമ്മൾ ബോച്ചയുടെ ഷാപ്പ് ഒന്ന് ടൊടി ഷോപ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് വിത്ത് ഫാമിലി ആയിട്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല ഇൻട്രോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിരുന്നു, അങ്ങനെയാണ് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ബോച്ച ടൊടി ഹബിലെ പ്രധാന കവാടം. അവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബോച്ചയുടെ ഒരു സ്റ്റാച്ചു കാണാം. അവിടെ 812 കിലോമീറ്റർ റൺ ഓടിയിട്ടുള്ളതിൻ്റെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ അതുമേ റൈറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഇവിടുത്തെ ഷൂട്ടിംഗ് കുറച്ച് പ്ലേയിങ് ഏരിയയൊക്കെയാണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കുളം കെട്ടി ആർട്ടിഫിഷ്യലായിട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള തടയണൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുളം പോണ്ട് സെറ്റപ്പൊക്കെ നമുക്ക് കാണാം. അങ്ങ് നേരെ വരുമ്പോൾ അതേ ബോച്ച ഒരു കള്ള് ഷാപ്പാണല്ലോ, അപ്പോൾ അതിനോടൊരു അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വേറൊരു സ്റ്റാച്ചും കൂടി ഇവിടെ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുൽഫി കടയുണ്ട്. നമുക്ക് കുൽഫി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കാണാം ഫ്രീ ഫിഷിംഗ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന മീൻ നമുക്ക് അവർ ഫ്രൈ ചെയ്ത് തരും. കിലോ ഒക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റൊക്കെ അനുസരിച്ച് നമുക്ക് അത് അവർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ അവർ സെറ്റ് ചെയ്ത് തരും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ഫാമിലി ക്യാബിൻ കാണാം. അപ്പോൾ പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കാം. നമുക്ക് കള്ളോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ച് കുടിക്കാം. മറ്റാരുടെയും ഒരു ശല്യം കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പല പല ക്യാബിൻസ് പല സൈസിലും പല വ്യത്യസ്ത തരത്തിലുണ്ട്. തൊട്ടപ്പുറത്തൊരു ക്യാബിനാണ്. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് ഊഞ്ഞാലാടാനും മറ്റുള്ളവർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഈ ഒരു ഏരിയയിലും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല വെള്ളത്തിലേക്കൊക്കെ നോക്കി ഇരുന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ നടക്കണമെങ്കിലൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. ഇത് ഇന്നത്തെ സ്പെഷ്യലാണ്, അവിടുത്തെ സ്പെഷ്യൽ ഡിഷസാണ്. മറഡോണ ഹട്ട്, ഇവിടെ നിന്നാണ് നമുക്ക് പൊള്ളിച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത്. കുറച്ചൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതാണ് അവരുടെ മെയിൻ ഏരിയ. ഇവിടെയാണ് ഫാമിലി ഡൈനിങ് ഏരിയ. അതിവിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ഡൈനിങ് സീറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വഞ്ചി മേൽക്കൂരയിലൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമഴ്ത്തിയിട്ട്. വുഡൻ കളറുള്ള തീം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഓരോ വുഡൻ സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് തന്നെ കുഞ്ഞു ഉണ്ണി ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ണിക്ക് കെടുക്കാനുള്ളൊരു തൊട്ടിൽ അവർ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നമുക്കെടുത്ത് തന്നു. അതൊരു പ്ലസ് ആയിട്ട് കാണുന്നു. ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട്, ഇവിടെയും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ അവർ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഇനി ഫുഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മെനു കാർഡ് റിക്വസ്റ്റ് ചെയ്തിട്ട് മെനു വരുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്ന് സെറ്റിൽ ചെയ്തപ്പോൾ അവർ മെനു കൊണ്ടുവന്നിട്ടുണ്ട്, മെനു കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനെല്ലാം വായിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവരിതൊന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ വില നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഫിഷ് പൊള്ളിച്ചതും അങ്ങനത്തെയൊക്കെ സാധാരണ കാണുന്ന പോലെ ആസ് പെർ സൈസാണ് അതിൻ്റെ എമൗണ്ട് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 2026 മെയ് സമയത്താണ്. അപ്പോൾ ആ ഒരു വില വിവരമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്നും കൂടിയും ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവരുടെ മെനു ഒന്നും കൂടിയും ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വരാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുള്ളവർക്ക്. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനൊരു സ്ഥലം, അവർ കുറച്ച് സോഫ്റ്റ് ടോയ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിരുന്നിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ച് ടോയ്സ് ഉണ്ട് അവിടെ, അതൊക്കെ വെച്ചിട്ട് അവർക്ക് കളിക്കാം. ഞാൻ മേൽക്കൂര ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. മനോഹരമായിട്ട് അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു ബില്ലിയാർഡ്സ് കളിക്കാനുള്ള ഒരു ഏരിയയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ഇതുവരെ കളിക്കുന്നത് കണ്ടില്ല. അപ്പോൾ നമുക്ക് കളിക്കാൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ബില്ലിയാർഡ്സ് നമുക്ക് കളിക്കാം. ഫോസ് ബോൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോസ് ബോൾ കളിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ബോച്ചയുടെ ടൊടി പബ്ബിൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാളിനോട് ചേർന്നിട്ടുണ്ട്. ഇവിടെയും ഒരു കിച്ചൺ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിച്ചൺ കാണാം. ഇതാണ് മെയിൻ ഒരു പാർട്ടി പബ്ബ് ഒക്കെ നടത്തുന്ന ഒരു ഏരിയയിലേക്കുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു വൈകിട്ടൊക്കെ ആകുമ്പോൾ പാട്ടൊക്കെ വെച്ച് നമുക്ക് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് പിന്നെയും ആ ഒരു പോണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കായൽ പരപ്പിലേക്കുള്ള ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെയും ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. പക്ഷേ ഞാൻ ആരെയും കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കണ്ടൽക്കാടൊക്കെ നമുക്ക് ചുറ്റും നമുക്ക് കാണാം. അപ്പോൾ അത്രയും നല്ലൊരു ഏരിയയിലാണ് നമ്മൾ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം ഈവനിങ് ആണ്. നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഈവനിങ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വെയിലൊന്നും അധികം ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഭാഗം എൻജോയ് ചെയ്യാം. അവിടെ കേടായിട്ടുള്ളൊരു ബോട്ട് അവിടെ എടുക്കുന്നുണ്ട്.
ഇതാണ് ഈ ഒരു ബോച്ചയുടെ ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ പുറത്ത് ഭാഗം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, കരിമീൻ പൊള്ളിച്ചതാണ് നമുക്ക് ആദ്യം അവർ കൊണ്ടുവന്ന്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഴ ഇലയുടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് സെറ്റായിട്ടുള്ള കരിമീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് സൈഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കള്ളപ്പം പറഞ്ഞിട്ടുണ്ട്, നൈസ് പത്തിരി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധികം വിശപ്പില്ലാത്തതുകൊണ്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് പോവാം. പാൽക്കപ്പയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചിക്കൻ ലോലിപ്പോപ്പും അങ്ങനെ വന്നിട്ടുണ്ട്. കായലായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂന്തൽ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് ടേബിളിൽ വന്നിട്ടുണ്ട്. ഒരു ബീഫ് റോസ്റ്റ് പറഞ്ഞതും അതും വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ഉരലും അമ്മിയും കല്ലൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ അവിടെ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ ആൾക്കറിയില്ല, ജസ്റ്റ് ഒരു എസ്തറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞേ. ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ അത് കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്കും കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു പാത്തോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റത്തുള്ള ക്യാബിനിലേക്കൊക്കെ എത്തും. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഫിഷിങ്ങിൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് നേരത്തെ കാണിച്ച പോലെ മീനൊക്കെ പിടിച്ച് നമുക്ക് അവിടെ കൊടുക്കാം. കിച്ചണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള മസാലയൊക്കെ പുരട്ടി തരും. ഈ ഒരു കണ്ടൽ കാടിൻ്റെ ചുറ്റും ഇവരിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിമനോഹരമാണ്. അങ്ങനെ നടന്ന് വരുമ്പോൾ കുറച്ചും കൂടിയും എലവേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാബിൻസ് നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൈവസി തരുന്ന ഒരു ക്യാബിൻസായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇതാണ് ആ ക്യാബിനിലേക്കുള്ള എൻട്രി. നമുക്കൊന്ന് കയറി അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാബിൻ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് വരുന്നത്. നല്ല ലെതറിൻ്റെ സീറ്റൊക്കെ ഉള്ള നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മെയിൻ തീം നമ്മൾ ഈ കാണുന്ന ടേബിളിൻ്റെ വുഡൻ ഇതാണെന്ന് തോന്നുന്നു. മേലൊക്കെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല തീമൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തോന്നുന്നു ഈ ഒരു ഏരിയ കുറച്ചും കൂടിയും ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടിയും നല്ലതെന്ന് തോന്നുന്നു. ഇതിനുള്ള കൂളറൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇതിൻ്റെ പുറത്ത് നമ്മൾ വരുമ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ ആളുകൾക്ക് വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാം. ഫ്രീ ബോട്ടിങ്ങും ഇവിടെ നമ്മൾ കണ്ടൊരു സവിശേഷതയാണ്. നമുക്കിവിടെ പെഡൽ ബോട്ട്, ചവിട്ട് ബോട്ടൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അതെടുത്തിട്ട് ഈ ഒരു കാണുന്ന ഒരു ഏരിയയിൽ ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാം. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമുക്കത് ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ കുട്ടികളുടെ വയറൊക്കെ നിറഞ്ഞ് സെറ്റായി അവർ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡിലേക്ക് പതുക്കെ വന്നേക്കാണ്. ഞാൻ അവരുടെ പ്ലേ ഏരിയ ഒന്ന് നമുക്ക് പോയി കണ്ടു നോക്കി നോക്കാം. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബോച്ചയുടെ ഈ ഒരു ടൊഡി പബ്ബ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാത്തരം ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാ പ്രായക്കാർക്കും വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിത്ത് ഫാമിലി നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സോ ഗായ്സ്, അതായിരുന്നു നമ്മുടെ വിസിറ്റ്. ബോച്ചയുടെ ടൊഡി പബ്ബ് എന്നാണ് ഇത് പറയുന്നത്. ടൊഡി പബ്ബിൻ്റെ ഒരു വിസിറ്റ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വൺ ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരിസരത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രിപ്പായിട്ട് എറണാകുളം കൊച്ചി ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. നമ്മൾ നല്ല വെയിലത്താണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈവനിങ് ഒക്കെ നോക്കി വരാം. അപ്പോൾ നല്ല ലൈറ്റപ്പ് സെറ്റപ്പൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാം. ഫുഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര സൂപ്പറല്ല, ഒരു എബോ ആവറേജ് ആണ്. ഞാൻ കഴിച്ചിട്ടുള്ള വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്രയധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ല നല്ല ഫുഡി ആണെന്നുണ്ടെങ്കിൽ അത്ര ഞാനൊരു 7/10 ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കണ്ടുമുട്ടാം. ബൈ.